അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാർവ കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് മുഴുവൻ തേയിലച്ചണ്ടിയും പിന്നെ മുട്ടത്തോട് ഇതിവിടെ അടുത്തുള്ള 1-2 ചായക്കടകളിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. ചെറിയ തട്ടുകടകളിൽ നിന്നൊക്കെ ആയിട്ട് എടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കാം. 2 ദിവസമായി ഇത് കൊണ്ടിട്ടിട്ട്. ഇതിൻ്റെ അടിയിൽ ആവശ്യത്തിനുള്ള ലാർവ റെഡിയായിട്ടുണ്ട്. കണ്ടോ, ലാർവ. ഇത് മറ്റു രീതിയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അല്പം വെള്ളത്തിൻ്റെ നനവ് കൂടിയപ്പോഴത്തേക്കും അതിന് പ്രശ്നമായി. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൂട്ടിയിട്ട് റെഡിയാക്കുന്നത്. ഓക്കെ, ഇതിൽ ചെറിയ സൈസാണ് കൂടുതലുള്ളത്. നമുക്ക് 5-6 കോഴിയുണ്ട്. കോഴിക്ക് രാവിലെ അല്പം ചാപ്പാട് കൊടുത്തേക്കാന്നുള്ള നിലയിലാണ്. പ്രോട്ടീൻ്റെ അളവ് കൂടുതലുള്ള സാധനമാണല്ലോ ഇത്. അങ്ങനെ ഈ സാധനം അങ്ങനെ പറക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കോഴിക്ക് രാവിലെ അല്പം ചാപ്പാട് കൊടുക്കാനായിട്ട് അങ്ങനെ തപ്പിപ്പറക്കുക. കാരണം ഇത് ഒത്തിരി പഴക്കമുള്ളതല്ലാത്തതുകൊണ്ട് ലാർവയുടെ അളവ് കുറവാണ്. ഓക്കെ, അതിനകത്ത് ആ ബോക്സിനകത്ത് ഒത്തിരി സാധനമുണ്ട്, ലാർവയുണ്ട്. പക്ഷെ അത് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുക. അത് അല്പം വെള്ളം നനവുള്ളത് കൊണ്ട് 5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ള നിലയിലാണ്. ഇത് അത്യാവശ്യം നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് അതിനിടാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്തിട്ടിടുമ്പോഴത്തേക്കും 2-3 ഗുണം. ഒന്ന്, നമ്മുടെ കോഴിക്ക് അത്യാവശ്യം ചാപ്പാടാവും. ഈ തേയിലച്ചണ്ടി ഇങ്ങനെ കിടന്ന് ഇവൻ്റെ ചാപ്പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കമ്പോസ്റ്റുമായിട്ട് മാറും. മുട്ടത്തോടും തേയിലച്ചണ്ടി, പിന്നെ ഞങ്ങൾക്കിവിടെ ഒരു 3-4 കോഴിയുണ്ട്, അതിൻ്റെ വേസ്റ്റ് ആഴ്ചക്കൊരിക്കൽ അതിൻ്റെ വേസ്റ്റ് എടുക്കും. അവനെ പ്രത്യേകം ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ലാർവ വരും. എന്നിട്ട് ഇങ്ങനെ കിട്ടുന്നതായ തേയിലച്ചണ്ടിയിൽ അവനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനം. നല്ല വളമാണ്. കണ്ടോ, ഞാൻ അതിൻ്റെ സൈഡിൽ, ആ ബോക്സിൻ്റെ സൈഡിലൊരു ഹോളൊക്കെ ഇട്ട് ഒരു ചെറിയൊരു പൈപ്പും അകത്തോട്ട് വെച്ച് ഒരു ചെറിയൊരു ടിന്നും പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാർവ അതിനകത്ത് എല്ലാ ദിവസവും ഏകദേശം നല്ല ഒരു പിടി ലാർവ ഡെയിലി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അത് വളഞ്ഞാൽ കൊണ്ടുപോയി കൃഷി കിട്ടും. ഇപ്പം കടയിൽ നിന്ന് എടുത്തുകൊണ്ടു അതിനകത്ത് മഴ നനഞ്ഞ് വെള്ളം ഒത്തിരി തേയിലച്ചണ്ടിക്കകത്ത് ഉള്ളത് കൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കോഴിയുള്ളവർക്ക് അത്യാവശ്യം നല്ല ചാപ്പാട് കൊടുക്കാൻ പറ്റും. പിന്നെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ചിലർക്കിത് കാണുമ്പോൾ പേടി തോന്നും. ആദ്യമൊക്കെ എനിക്കൊരു ലാർവ ഇങ്ങനെ ഇഴയുന്ന സമയത്ത് ഈ എന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കണ്ട് വന്നപ്പോൾ പിന്നെ അതൊരു വിഷയമില്ല. പിന്നെ അത് പതിയെ കൈകൊണ്ടെടുക്കാൻ തുടങ്ങി. കണ്ടോ കണ്ടമാനുണ്ട്. ഇതെല്ലാം നമ്മളടുത്ത് 1-2 തട്ടുകട, ചെറിയൊരു ചായക്കട, അവിടെ നിന്നൊക്കെ വരുന്നതായ സാധനമാണ്.
അപ്പോൾ കോഴി 2 ദിവസമായിട്ട് മുട്ട ഇടുന്നതിന് ഒരു വിമ്മിഷ്ടം. അപ്പോൾ അവനെ കോഴിത്തീറ്റ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ റെഡിയാക്കുന്നതായി ഈ സാധനം കൊടുത്താൽ നല്ല വലിപ്പമുള്ള മുട്ടയും ഇടുന്നുണ്ട്, എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ഓരോ പിടി കൊടുത്താൽ മതി, ഒരു ദിവസത്തേക്കുള്ള ആരോഗ്യം അതിനായിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഞങ്ങൾക്ക് വേറെ പ്രോസസ്സിങ് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് പക്ഷേ 2-3 ദിവസം ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഈ തേയിലച്ചണ്ടി അത്യാവശ്യം ഒരു പ്രോസസ്സിങ് ആവും, 2 ഇതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇത് നമ്മളിപ്പറക്കി അങ്ങനെ അങ്ങ് കോഴിക്ക് കൊടുക്കാമെങ്കിൽ സംഭവം അത്യാവശ്യം നല്ല മുട്ടയും കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇത്ര നേരം പറക്കിയപ്പോഴത്തേക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഈ കാണുന്ന ഇത്രയും ഇങ്ങനെ മറിച്ച് എടുക്കണം. അപ്പോഴത്തേക്കും ഒരു പിടിക്കുള്ള സാധനം കിട്ടും. കണ്ടോ, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. രണ്ട് പ്രാവാശന്മാർ തൻ്റെ ഞങ്ങളുടെ ചിറകൊക്കെ വന്ന് കുടഞ്ഞ് മിനുക്കി റെഡിയായിട്ടങ്ങനെ നിൽക്കുക. അയൽവക്കത്തൊരു പട്ടി അയൽവക്കത്തൊരു പട്ടി അവൻ്റെതായ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓയേന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കമ്പോസ്റ്റ്. ഇതിന് നാളെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പം ഇന്ന് രാത്രി മുതൽ വേറെ സാധനം വന്നു തുടങ്ങും. അതിന് 2 ദിവസം ആകുമ്പോഴത്തേക്ക് അവന് ഒരുപോലെ അത്യാവശ്യം നല്ല കമ്പോസ്റ്റായിട്ട് മാറും. ഒരു 3-4 ദിവസം ഇവന് ചാപ്പാടിന് കൊടുത്ത് റെഡിയാക്കിയാൽ അടിപൊളി കമ്പോസ്റ്റായിട്ട് മാറും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാനുള്ളതായ അറിവൊന്നും എനിക്കില്ല. നൈട്രജനോ ഫോസ്ഫറസോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്ന കേട്ടു യൂട്യൂബിലൊക്കെ. അതൊന്നും പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷെ എന്തായാലും നല്ല വളമാണെന്ന് അറിയാം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ നമ്മുടെ റോഡ് സൈഡുകളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ തമിഴ്നാട്ടുകാരുടെ തട്ടുകടയുണ്ടല്ലോ, അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന തേയിലച്ചണ്ടിയായത്. 2-3 കട ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആ കടയിൽ നിന്ന് എടുക്കുന്ന അവർ പിന്നെ നമുക്ക് ഇത് കരുതി വച്ചിരിക്കും. അതിന് 2 കാരണം. ഒന്ന്, ഇത് കളയാൻ മാർഗമില്ലാഞ്ഞിട്ടാണ്. 2, പിന്നെ പുള്ളിയെങ്കിലും കൊണ്ടുപോയി അതൊരു വളമാക്കട്ടെ എന്നുള്ളതായ ആ ഒരു മനസ്സുകൊണ്ടാണ്. 2 ദിവസം പോയില്ലെങ്കിൽ അവർ ചാക്കിനകത്തൊക്കെ ഇട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ 2 തട്ടുകട ഹോട്ടൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ മുട്ടത്തോടും അതും ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും അടുത്തുള്ള കടകൾ നല്ല പരിചയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ ഒരു സാധനം എടുത്തു വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചാക്കോ ഒരു ബക്കറ്റോ
എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അവരത് എടുത്ത് വച്ചിരിക്കും. നമുക്ക് ഇങ്ങനൊരു സംഭവമാക്കാം. ഉണ്ടോ സാധനം ഇരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെയാണ് സാധനം. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കേ കോഴികളുടെ സന്തോഷം കാണും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പം ഡാൻസ് കളിച്ച് നിൽക്കും കോഴികൾ, ചിലപ്പോൾ എടുത്ത് ചടയെന്ന് പറയുന്നതിന് മുമ്പേ എടുത്തുനിന്ന് തീർക്കും. ഇങ്ങോട്ട് നോക്കിയേ, കണ്ട കണ്ട കൊഴിയുന്നുണ്ട, ഇത് മാത്രം സാധനം ഉണ്ടെന്ന് നോക്കി. കണ്ടോ ഞാൻ കൈ കൊണ്ട് എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു എന്നുള്ളൊരു ഇറിറ്റേഷൻ തോന്നും. എന്നാലും വലിയ ഉപദ്രവകാരി അല്ലാത്ത സാധനമെന്ന് തോന്നുന്നു. കൈയുറ ഉണ്ട്, ഞാനത് എടുത്തില്ല. ഉണ്ട്, പ്രാവാശാനം കയറിയിട്ടുണ്ട്. അവനും വന്നിങ്ങനെ നോക്കുക. അവനുള്ളതായ ചാപ്പാട് അവൻ കുത്തി പറക്കുന്നുണ്ട്. കണ്ടോ ഓക്കെ. അപ്പോൾ ഇന്നത്തേക്കുള്ളതായ സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ. അപ്പോൾ അതിന് കോഴിക്ക് കൊണ്ട് കൊടുക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇവരാണ് നമ്മുടെ കോഴിക്കുട്ടന്മാർ. ഉണ്ടോ? മറിച്ചിടാതെ കുഞ്ഞേ. ശരി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.